നമ്മുടെ റമദാൻ സീരീസിലെ അടുത്ത ഐറ്റമാണ് തരിക്കഞ്ഞി. ശരിക്കും എല്ലാവരും കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് തരിക്കഞ്ഞി കേട്ടോ. കടകളിലൊക്കെ ഞാൻ നോമ്പുകളുടെ സമയത്ത് കൂടുതലായിട്ട് തരിക്കഞ്ഞി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളത്തിൽ നമ്മുടെ റവ വേവിച്ചെടുക്കുന്നുണ്ട്, ഉപ്പിട്ടാണ് വേവിക്കുന്നത് കേട്ടോ, നേരി ഉപ്പ്. അതിനുശേഷം അതൊന്ന് വെന്ത് പതുക്കെ വരുമ്പോൾ അതിലേക്ക് പശുവിൻ പാലാണ് ആഡ് ചെയ്യുന്നത്. പശുവിൻ പാൽ ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇത് നമ്മൾ എന്താ പറയുക, വെള്ളം അല്ലെങ്കിൽ പാൽ ഒഴിക്കുന്നതനുസരിച്ച് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് അത് ലൂസാക്കി എടുക്കണമെങ്കിൽ തിളച്ച വെള്ളം അതുപോലെ തന്നെ തിളപ്പിച്ച പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മധുരമാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിഫറൻസിനനുസരിച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. ഇത് തേങ്ങാപ്പാലിൻ്റെ തലപ്പാലാണ്. തലപ്പാലും പിന്നെ അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി, തിളക്കിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇറക്കി വെച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ തരിക്കഞ്ഞി. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നെയ്യിൽ കാഷ്നട്ടും കിസ്മിസും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.